ചേട്ടാ ഈ സ്ട്രോബെറി തോട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രോബെറി ഉണ്ടാക്കിയെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. സാറേ, ഇത് ആദ്യം നമ്മൾ മണ്ണ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലത്തെ ആദ്യം ഈ ബെഡൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഓക്കെ ഓക്കെ. മണ്ണ് ഇങ്ങനെ കിളച്ച് റെഡിയാക്കി ഇതുപോലത്തെ ബെഡ് ഉണ്ടാക്കിയിട്ട് ഇതിന് വേണ്ടി പേപ്പർ വിരിക്കും. ഓക്കെ. അതിന് മുമ്പ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് മുളയ്ക്കാണ്ടിരിക്കാം. പിന്നെ ഈ പഴങ്ങൾ മണ്ണിൽ വീഴുവാണെങ്കിൽ ഡാമേജ് ആകും. ശരി. അത് പിന്നെ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ ഈ സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഇതിനൊരു ചൂട് കിട്ടും ഈ പഴത്തിന്. അതൊന്നും പെട്ടെന്ന് പഴുത്ത് വരും. അതിനുള്ള സംവിധാനമാണ് ഇത്. എത്ര നാളും കൊണ്ട് സ്ട്രോബെറി ആവണത്? നമ്മൾ തൈ വെച്ചിട്ട് കറക്റ്റ് 2 മാസം. നവംബറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജനുവരിയിൽ നമുക്ക് പഴം പറിച്ചു തുടങ്ങാം. നവംബർ നട്ടാൽ ജനുവരിയിൽ പഴം പറിക്കാം. ഇപ്പോൾ ഇങ്ങനെ സീസണാണോ? ഇപ്പോൾ ഓഫ് സീസൺ. ഇപ്പോൾ ഇച്ചിരി മഴയൊക്കെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മഴയുണ്ടെങ്കിൽ ചെയ്യും. അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ മഴവെള്ളം കൂടുതൽ ചെടിയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവർ ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ ആ ഭാഗത്ത് കവർ ചെയ്ത് മൊത്തം ഫുള്ളും കവർ ചെയ്ത് വെച്ചേക്കുന്നത്. മഴവെള്ളം അധികം വീണ് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെടി മൊത്തം ചീഞ്ഞു പോകും. ശരി, ഓക്കെ, താങ്ക്സ്.